ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാർട്ടിൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ ചാർട്ടിൽ നമുക്കുള്ള അവസരങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാനിങ് ചെയ്യാം. അത് എങ്ങനെയായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചാർട്ടിൻ്റെ ഹയർ ടൈം ഫ്രെയിം ഒന്ന് നോക്കുക. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിം നമ്മൾ ജസ്റ്റ് ഡെയിലിയിലോട്ടൊന്ന് വരിക. ഡെയിലിയിൽ വരുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നൊന്ന് നോക്കുക. ഓക്കെ, മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ്. അപ്പോൾ ഡെയിലിയിൽ നിലവിൽ എന്താണ് സംഭവിച്ച് നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ചാർട്ടിൽ പോയിട്ട് ചുമ്മാതെ പോയിട്ട് ഒരു എൻട്രി എടുക്കാൻ നോക്കുകയല്ല വേണ്ടത്. ഇവിടെ ഒരു സ്റ്റഡി നമ്മൾ ചെയ്തൊരു പ്ലാനിങ് വെച്ചിരിക്കണം, ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടം വരെ വന്നിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? അപ്പോൾ തിരിച്ചു കയറുമ്പോൾ ഇവിടെയാണ് ഒരു അവസാനത്തെ ഹൈ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അതിന് മുകളിൽ പോയാലാണ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണായി. അപ്പോൾ ഇവിടെയായിരുന്നു ആ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈക്ക് മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇനി അടുത്ത ഹൈ എവിടെ വരെ പോകാം? ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ബോഡി മുതൽ മുകളിലുള്ള വിക്ക് വരെ അടുത്ത റെസിസ്റ്റൻസ് ഏരിയയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ആ ഒരു ഗ്യാപ്പും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ഡെയിലിയിൽ നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും ഒരു വ്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്താണ് മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് മുകളിൽ കയറി ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ഡെയിലിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ മുകളിലോട്ട് പോയാൽ അടുത്ത ഡെയിലിയിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് മുകളിലോട്ട് പോയാലാണ് അടുത്ത ഹൈയിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈ നമ്മളെങ്ങനെ നോക്കി കാണും? അപ്പം ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക. അടുത്ത ഹൈ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ എവിടം വരെ പോകും? അപ്പോൾ ഇവിടെ ഓൾ ടൈം ഹൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതിന് മുമ്പ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബിഗ് റെഡ് ക്യാൻഡിലുണ്ട്. അപ്പോൾ ഈ ബിഗ് ക്യാൻഡിലുകളെ കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കും. നല്ല വലിയ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ആ ഒരു വലിയ ക്യാൻഡിൽ അത് ഗ്രീൻ ക്യാൻഡിലായാലും സെല്ലിങ് ക്യാൻഡിലായാലും സപ്പോർട്ട് എടുക്കാനും റെസിസ്റ്റൻസ് എടുക്കാനും സാധ്യതയുണ്ട്. അവിടെ ഒരു ഗ്യാപ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഡെയിലിയിൽ. അപ്പോൾ ഇതും ഒരു ഗ്യാപ്പ് ഏരിയ ആയതുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ അത് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം അവിടെ. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ കയറിയാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഡെയിലിയിൽ നോക്കുമ്പോൾ ഇപ്പം നിലവിൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നേരെ 1 അവറിലൊന്ന് വരിക. ഓക്കെ, നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഹയർ ടൈം ഫ്രെയിം നോക്കുന്നത് 1 അവർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാർക്ക് ചെയ്യുന്നതിനാണ് 1 അവർ നോക്കുന്നത്. അതിനുശേഷം 5 മിനിറ്റിൽ വന്നിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 1 അവറിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്? ഓക്കെ, ഇവിടെയും നമ്മൾ ഏത് രീതിയിൽ സ്റ്റഡി നോക്കിയാലും ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ അത് തന്നെ നോക്കി വേണം ചെയ്യാൻ. ഇവിടുന്ന് താഴെ വന്നു, തിരിച്ച് വീണ്ടും മേപ്പോട്ട് കയറാൻ നോക്കിയിരുന്നു, വീണ്ടും താഴെ വന്നു, തിരിച്ച് വീണ്ടും മേപ്പോട്ട് കയറാൻ നോക്കി, വീണ്ടും താഴെ വന്നു. അപ്പോൾ എപ്പോഴാണ് അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റുന്നത് അതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് അവസാനത്തെ 1 അവർ ഹൈക്ക് മുകളിൽ ചെന്നിട്ട് തിരിച്ച് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ ആ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി ഹയർ ഹൈ ഹൈ ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം തൊട്ട് മുമ്പുള്ള ഹൈ എന്ന് പറയുന്നത് ഇതാണ്, 1 അവറിലെ അടുത്ത ഹൈ ഇതാണ്. അപ്പോൾ ആ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് കയറി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും മുകളിൽ കയറാൻ നോക്കി, താഴെ വരാൻ നോക്കി, ഇവിടുന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ കാണിച്ചിട്ട് ഇപ്പോൾ മുകളിലോട്ട് നിൽക്കുകയാണ്. ഓക്കെ, 1 അവറിൽ നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു 1 അവറിൽ നോക്കുമ്പോൾ ഇവിടെ അവസാനത്തെ ഒരു ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ആണ് 1 അവറിൽ നോക്കുമ്പോൾ ഉള്ള അവസാനത്തെ ഒരു ലോ. ഓക്കെ, 1 അവറിൽ ഇനി അടുത്ത നോക്കുമ്പോൾ ഇവിടെയാണ് ആ ഒരു ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ആ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് താഴെ വരെ വന്നിരുന്നത്.
ഓക്കെ, ഇവിടെയും അപ്പോൾ എന്താണ്, മുകളിൽ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്തിരുന്നു, തിരിച്ച് വീണ്ടും താഴെ വന്ന് ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും തിരിച്ച് താഴത്ത് വന്ന്, അപ്പോൾ ഇതൊരു ഡബ്ല്യു പാറ്റേൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ കയറി നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കുക. കാരണം അവസാനത്തെ ആ ഒരു ഹൈ അതായിരുന്നു, ആ ഒരു ഹൈനെ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ച് ആ ഒരു ഹൈക്ക് മേളിൽ കയറിയാൽ അടുത്ത ഹൈ വരെ പോകാമെന്നുള്ളൊരു വ്യൂ ആണ് അവിടെ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഇനി നമ്മൾ 5 മിനിറ്റിൽ വരിക. 5 മിനിറ്റിൽ വരുമ്പോൾ ഓക്കെ, മാർക്കറ്റ് ഇനി തിരിച്ച് എന്ത് സംഭവിക്കാം, ഇവിടെ നമ്മൾ വിക്ക് മാത്രം കണക്ട് ചെയ്തിടല്, വിക്കും ബോഡിയും കൂടെ ചേർത്തൊരു സോണാക്കി വേണം എപ്പോഴും മാർക്ക് ചെയ്യാൻ. ഓക്കെ, കാരണം ഇത് നമ്മൾ വരയ്ക്കുന്ന വരെയാണ്. അപ്പോൾ പരമാവധി ബോഡിക്ക് അടുത്ത് എത്തുമ്പോഴേ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് താഴത്തോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ടായിരുന്നു മാർക്കറ്റ് താഴെ വരെ വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് എന്താകും, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയാലേ ഇനി അടുത്ത ഹൈയിലേക്ക് മാർക്കറ്റ് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇത് തിരിച്ച് താഴത്തോട്ട് വരുവാണെങ്കിൽ, ഇത് 5 മിനിറ്റ് ആണ്, ഇനി ഇത് തിരിച്ച് താഴത്ത് വരുവാണെങ്കിൽ നേരത്തെ ഉള്ള ഈ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈ തിരിച്ചു വരുമ്പോൾ ഒരു സപ്പോർട്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ. ഓക്കെ, കാരണം ഇവിടം വരെ ആയിരുന്നു ഒരു അവസാനത്തെ റെസിസ്റ്റൻസ് ഏരിയ നിന്നത്, അതിനെ ബ്രേക്ക് ചെയ്താണ് മേപ്പോട്ട് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഏരിയ താഴത്ത് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്, ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകാമെന്നുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ കയറിയാലാണ് വീണ്ടും മാർക്കറ്റ് അടുത്ത ഹൈയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിലോ ഈ ഒരു ലോ വരെയും ഇത് സപ്പോർട്ട് ഏരിയ ആണ്, ഈ ഒരു ലോ വരെയും ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഇതിനും താഴത്ത് പോയാലാണ് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലോ വരെയും സപ്പോർട്ടാകാം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ. ഇപ്പം നിലവിലെ കണ്ടീഷനിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ്. അപ്പം മുകളിലോട്ട് തന്നെ പോകാം എന്നുള്ളൊരു വ്യൂ ആണ് നിലവിൽ. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ കൂടെ കട്ട് ചെയ്താൽ അടുത്ത ഹൈ വരെ പോകും. ഓക്കെ, ആ ഒരു വ്യൂ നമ്മളവിടെ വെച്ചിരിക്കണം. ഇവിടെ നല്ലൊരു ഹൈ ആണ്, ഈ ഒരു ഹൈക്ക് മുകളിൽ പോയാൽ അടുത്ത ഹൈ വരെ പോകുള്ളൂ. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഈ താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തിരിച്ച് സപ്പോർട്ടാകാം, ഇവിടെ വന്നിട്ട് തിരിച്ച് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാം എന്നുള്ള വ്യൂ. ഇനി ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നില്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തു തിരിച്ച് മുകളിലോട്ട് പോകാൻ നോക്കി, പക്ഷേ ആ ഹൈക്ക് മുകളിൽ പോകാൻ പറ്റാതെ വീണ്ടും താഴത്ത് വന്നിട്ട് ഈ ഒരു ലോയ്ക്കും താഴത്ത് മാർക്കറ്റ് വരാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം, താഴത്തോട്ട് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് നമ്മളവിടെ വെച്ചിരിക്കണം. മാർക്കറ്റ് ഏത് രീതിയിൽ അടുത്ത ദിവസം മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു പ്ലാനിങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകാം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കി ചെയ്യാൻ പറ്റും. അപ്പം നാളത്തേക്കുള്ള ഒരു സ്റ്റഡിയിൽ ഇതേ രീതിയിൽ സംഭവിക്കാം എന്നുള്ളൊരു വ്യൂ ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റണം. ഓക്കെ, എങ്കിലാണ് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഹൈ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം, എന്നിട്ട് അടുത്ത ടാർഗറ്റ് വരുമ്പോൾ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ്, അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി മുകളിൽ പോയിട്ട് തിരിച്ച് താഴത്ത് വരുമ്പോൾ ഈ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകൽ, അതിന് മുമ്പ് തന്നെ തിരിഞ്ഞിട്ടും പോകാം, അല്ലെങ്കിൽ അവസാനത്തെ ഈ ഒരു ലോ വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടും തിരിയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇനി മുകളിലോട്ട് പോകുമ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്, അതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ ഇങ്ങനെ അടുത്ത ഹൈയിലോട്ട് പോകാം ലോയ്ക്ക് താഴത്ത് വരാതെ പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ നമ്മളൊരു വ്യൂ വെച്ചിരിക്കുക. അതുപോലെ 1 അവറിൽ വന്നിട്ടും അവിടുത്തെ ഹയർ ടൈം ഫ്രെയിമിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡുകൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് 5 മിനിറ്റിലും വന്നിട്ട് ഒരു സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുക. നമ്മൾ മെയിനായിട്ടും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എങ്കിൽ മാത്രമേ മാർക്കറ്റ് പ്രോപ്പറായിട്ട് എവിടെ സപ്പോർട്ട് എടുക്കും, എവിടെ റെസിസ്റ്റൻസ് എടുക്കും, അല്ലെങ്കിൽ ഏത് സപ്പോർട്ടിന് താഴത്ത് പോയാൽ വീണ്ടും അത് താഴത്തോട്ട് പോകാം,
ഏത് റെസിസ്റ്റൻസിൻ്റെ മുകളിൽ പോയാൽ വീണ്ടും അത് മുകളിലോട്ട് കയറി പോകാം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അപ്പോൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു യു ടേൺ വന്നിരിക്കുന്ന ഏരിയ ഉണ്ടാവും, ഒരു പുൾ ബാക്ക് എടുത്തിരിക്കുന്ന ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ അവിടെ ഇടയിൽ നമ്മൾ ചാർട്ടിൻ്റെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ സെല്ലിംഗ് പ്രഷറും ബൈയിങ് പ്രഷറും നടന്ന ഏരിയകളുണ്ടാവും. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. അത്യാവശ്യം നല്ലൊരു ബൈയിങ് പ്രഷർ നടന്നിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നിട്ടുള്ള ഏരിയ, അതുപോലെ അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷറിൽ വന്നിട്ട് മുകളിലോട്ട് പോയിട്ടുള്ള ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഏരിയകൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, എപ്പോഴും നല്ലൊരു നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ ആണെന്ന് കാണുമ്പോഴേ മനസ്സിലാവണം. അതുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ടൊരു ബൈയിങ് പ്രഷർ പോയി, എന്നിട്ട് അവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ താഴത്തോട്ട് വന്നു. അപ്പോൾ ആ ഒരു ഹൈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവും. അതുപോലെ ഇവിടെയും നോക്കുമ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ പോയിട്ട് തിരിച്ച് ഇവിടുന്ന് താഴത്തോട്ട് വന്നു. ഓക്കെ, അപ്പം ആ ഒരു സെക്കൻഡ് ഹൈ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ആകാം. വീണ്ടും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇവിടുന്ന് താഴത്തോട്ട് വന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആകാം. ഓക്കെ, ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നല്ല റെസിസ്റ്റൻസ് ഏരിയ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയകൾ നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മനസ്സിലാക്കാം. ഇവിടെ താഴെ തന്നെ നോക്കുക, ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിൽ വരെ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലോ ഒരു സപ്പോർട്ടാകാമല്ലോ. ഇതിന് താഴത്ത് പോയാലെല്ലാം മാർക്കറ്റ് വീണ്ടും താപ്പോട്ട് പോകും. അപ്പോൾ തിരിച്ച് മേളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. ഇതിൻ്റെ മുകളിൽ പോയാലേ മാർക്കറ്റ് മുകളിലോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് മൂവ്മെൻറ്റുകൾ ആരംഭിച്ചിരിക്കുന്ന ഏരിയ നോക്കുക. ഇടയിലുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ വന്നിരിക്കുന്ന ആ ഒരു ഏരിയ ഒന്നും നോക്കണ്ട. ഇത് കണക്ക് നല്ലൊരു പുൾ ബാക്ക് വന്നിരിക്കുന്ന ഏരിയകൾ നോക്കിയിട്ട് ആ ഒരു ലെവലിനെ വേണം നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്ക് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇടയിൽ വെച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതലും ലോസ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും അവിടെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ഒരു വ്യൂ കിട്ടത്തില്ല. ഓക്കെ, ഇത് SL പോകുമോ ടാർഗറ്റിലോട്ട് പോകുമോ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ നാളത്തെ വ്യൂ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏത് രീതിയിൽ നോക്കണമെന്നും പറഞ്ഞു. അപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്, നാളത്തെ സ്റ്റഡിയിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് ചാർട്ടിൽ പോയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തന്നെ നോക്കിയെറിഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ചെയ്ത സ്റ്റഡി പ്രോപ്പറായിട്ട് വർക്കൗട്ടായോ. അപ്പോൾ അത് വർക്കൗട്ടായെങ്കിൽ ഒരു 80% എങ്കിലും, 100% ഞാൻ പറയുന്നില്ല, ഒരു 80% എങ്കിലും അത് വർക്കൗട്ടായി എങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ ഒരു കോൺഫിഡൻസ് വരും. അപ്പം ഓരോ ദിവസവും മുമ്പോട്ട് പോകും തോറും നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരും ട്രേഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ചാർട്ടിനെ നോക്കി കാണുന്നതിൽ. അപ്പോൾ ഇതുപോലെ ഒരു ചാർട്ടിൽ മുൻപ് തന്നെ നമ്മളൊരു വ്യൂ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം അടുത്ത ദിവസം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നാളത്തെ ദിവസത്തേക്കിന് വേണ്ടി ഏത് രീതിയിൽ ചാർട്ടിനെ നോക്കി കാണണം എന്നുള്ളത് ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് ടൈം കൊണ്ട് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.